കേരളത്തിന്റെ സർവീസ് ചരിത്രത്തിൽ ഇങ്ങനെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇത്രയേറെ കവർന്നെടുക്കപ്പെട്ട നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. സർക്കാർ ഏകപക്ഷീയമായ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുമ്പോൾ ആ സ്വന്തം സർക്കാരിനോട് അത് അരുതെന്ന് പറയാൻ അവർ നാവ് ഉയർത്താതെ കൂട്ടുനിന്ന് സർവീസ് മേഖലയെ ഒരു ദുരവസ്ഥയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. സ്വന്തം സർക്കാരിന്റെ എല്ലാ നെറുകേടുകൾക്കും കൂട്ടുനിന്നവർ വെറുമൊരു സമരാഭാസം നടത്തി ഒളിച്ചോടാതെ ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രക്ഷോഭത്തിന് കേരളത്തിലെ എല്ലാ സർവീസ് സംഘടനകളും രാഷ്ട്രീയ സംഘടനാ ഭേദമന്യേ തയ്യാറാകണമെന്നാണ് NGO സംഘം ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ അതിന് തയ്യാറാണ്. നമസ്കാരം. നമ്മുടെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ പോലും ഭയത്തോടു കൂടിയാണ് ജീവിക്കുന്നത്. കാരണം അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളോ സർക്കാർ ശമ്പളമോ കൃത്യമായി ലഭിക്കുന്നില്ല എന്ന് വേണം പറയാൻ. ഇതിനെതിരെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ സർവീസ് സംഘടനകൾ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നു. ഇപ്പോൾ കേരള NGO സംഘ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. കേരള NGO സംഘ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിന് മുൻപിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ സംഘടനയിലെ ഭാരവാഹികൾ ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ സർക്കാർ ജീവനക്കാർക്ക് ഇത്രയും ഗതികെട്ടൊരു കാലം ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടോ? കേരളത്തിന്റെ സർവീസ് ചരിത്രത്തിൽ ഇങ്ങനെ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ ഇത്രയേറെ കവർന്നെടുക്കപ്പെട്ട നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. കാരണം ഈ ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ജീവനക്കാരുടെ നിലവിലുണ്ടായിരുന്ന ആനുകൂല്യങ്ങളെല്ലാം ഓരോ ആനുകൂല്യങ്ങളും ഒന്നിനു പുറകെ മറ്റൊന്നായി ഇങ്ങനെ കവർന്നെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കവർന്നെടുത്ത് സർവീസ് മേഖലയെ ഇങ്ങനെ ഒരു ദുരവസ്ഥയിൽ കൊണ്ടെത്തിച്ചതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇവിടുത്തെ ഇടത് സർവീസ് സംഘടനകൾക്കാണ്. ആ ഭരണാനുകൂല സംഘടനകളാണ് ഇതിന് കൂട്ടുനിന്നത്. കാരണം നമുക്കറിയാം, സർവീസ് മേഖലയിലെ പ്രബലരായി നിൽക്കുന്ന ഇവിടുത്തെ NGO യൂണിയൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ മുൻകാലങ്ങളിലൊക്കെ സർവീസ് മേഖലയിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന സമയത്ത് സംഘടനയ്ക്കും രാഷ്ട്രീയത്തിനും അതീതമായി ജീവനക്കാരുടെ സംഘടനകൾ ഒറ്റക്കെട്ടായി പ്രക്ഷോഭം നടത്തുമായിരുന്നു. അതിനെ ചേർത്ത് തോൽപ്പിക്കാൻ ശ്രമിക്കുമായിരുന്നു. പക്ഷേ ഇന്ന് ഈ പിണറായി സർക്കാരിനെതിരെ അത്തരത്തിലൊരു യോജിച്ച പ്രക്ഷോഭത്തിന് ഇടത് സംഘടന തയ്യാറാകുന്നില്ല. അതാണ് സർവീസ് മേഖല നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രതിസന്ധി. സർക്കാർ ഏകപക്ഷീയമായ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുമ്പോൾ ആ സ്വന്തം സർക്കാരിനോട് അത് അരുതെന്ന് പറയാൻ അവർ നാവ് ഉയർത്താതെ കൂട്ടുനിന്ന് സർവീസ് മേഖലയെ ഒരു ദുരവസ്ഥയെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നിങ്ങൾ കാണുന്നത്, കഴിഞ്ഞ ജനുവരി മാസത്തിൽ 2024 ജനുവരിയിൽ കേരള NGO സംഘിൻ്റെ നേതൃത്വത്തിൽ FETO സംഘടനകളൊരു സൂചനാ പണിമുടക്കം നടത്തി. ജീവനക്കാരുടെ മേഖലയിൽ സർവീസ് മേഖല അപകടത്തിലെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ ആ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അങ്ങനൊരു സൂചനാ പണിമുടക്കത്തിലേക്ക് വന്നത്. അങ്ങനെ പ്രതിപക്ഷ സംഘടനകൾ നടത്തിയ ആ പണിമുടക്കിനെ, ആ സൂചനാ സമരത്തെ ചെറുത്ത് തോൽപ്പിക്കാൻ ഏറ്റവും മുൻപന്തിയിൽ നിന്ന കക്ഷികളാണ് ഇവിടുത്തെ ഇടത് സർവീസ് സംഘടനകൾ. പക്ഷേ അതിനകത്തൊരു വലിയ വിരോധാഭാസം സംഭവിച്ചിരിക്കുന്നത്, ഞങ്ങളെ സമരത്തെ ഞങ്ങൾ ഉന്നയിക്കുന്ന അതേ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വർഷങ്ങൾക്ക് ശേഷം ഇന്നൊരു ഭരണാനുകൂല സംഘടന സൂചനാ പണിമുടക്കിൻ്റെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ വൈകിയാണെങ്കിലും സർക്കാർ ജീവനക്കാരുടെ ശബ്ദം ഉണ്ടാകട്ടെ, പ്രതിഷേധം ഉണ്ടാകണം, ഞങ്ങളതിനെ അംഗീകരിക്കുന്നു. പക്ഷേ സ്വന്തം സർക്കാരിൻ്റെ എല്ലാ നെറുകേടുകൾക്കും കൂട്ടുനിന്നവർ വെറുമൊരു സമരാഭാസം നടത്തി ഒളിച്ചോടാതെ ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് കേരളത്തിൻ്റെ സർവീസിൽ 2002 നടത്തിയ ബഹുമാന്യനായ AK ആന്റണി സർക്കാരിനെതിരെ നടത്തിയ സംയുക്ത അനിശ്ചിതകാല പണിമുടക്ക്, അത്തരത്തിലൊരു യോജിച്ച പ്രക്ഷോഭത്തിന് കേരളത്തിലെ എല്ലാ സർവീസ് സംഘടനകളും രാഷ്ട്രീയ സംഘടനാ ഭേദമന്യേ തയ്യാറാകണമെന്നാണ് NGO സംഘം ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ അതിന് തയ്യാറാണ്. ഞങ്ങൾ നടത്തുന്ന സമരത്തിലൂടെയാണ് ഈ വിഷയങ്ങളിൽ ഈ പ്രക്ഷോഭത്തിലേക്ക് ഇവിടുത്തെ സർവീസ് സംഘടനകളെയും കൊണ്ടെത്തിക്കുവാണ്. ഞങ്ങൾ നടത്തുന്ന പ്രക്ഷോഭങ്ങൾ നിരന്തരമായ ചെറുതും വലുതുമായ നിരന്തര പ്രക്ഷോഭങ്ങളിലൂടെ NGO സംഘം മുന്നോട്ട് പോകുമ്പോൾ ഇവർക്കിപ്പം മാറി നിൽക്കാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം എത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ജീവനക്കാരെ കബളിപ്പിക്കാൻ ഇത്തരത്തിൽ ഓരോ സമരങ്ങൾ നടത്തി ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. പങ്കാളിത്ത പെൻഷൻ്റെ കാര്യത്തിലും സമാനമായ വിഷയമാണ് ഉണ്ടായത്. പങ്കാളിത്ത പെൻഷനിൽ പറഞ്ഞ വാക്ക് പാലിക്കാതെ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഒരു പുനഃപരിശോധനാ സമിതി നൽകിയ റിപ്പോർട്ട് പോലും പുറത്തുവിടാതെ പൂഴ്ത്തിവെച്ച സമയത്ത് ഈ പണിമുടക്ക് നടത്തിയ ഭരണാനുകൂല സംഘടനയ്ക്ക് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ പോയിട്ട് ആ റിപ്പോർട്ട് മേടിച്ചെടുക്കേണ്ട ഒരു ഗതികേടുണ്ടായെന്നുള്ളതാണ്. സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന സംഘടനയ്ക്കുണ്ടായ ഒരു ഗതികേടാണ്. അങ്ങനെ
ആ റിപ്പോർട്ട് മേടിക്കുന്ന സമയത്ത് കൊണ്ടുവരുമ്പോൾ ജീവനക്കാർ ഏറെ പ്രതീക്ഷയിലായിരുന്നു. കാരണം ഭരണത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സംഘടന അങ്ങനെ ഒരു റിപ്പോർട്ട് കൊണ്ടുവന്നാൽ നമുക്ക് അനുകൂലമായ ഒരു വിധി ഉണ്ടാവും, ഒരു ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് നാം പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ ആ സാധനം മേടിച്ചെടുത്ത് എന്നുള്ളതല്ലാതെ, ആ റിപ്പോർട്ട് കൈവശമാക്കി എന്നുള്ളതല്ലാതെ അതിൻ്റെ മേൽ ഒരു നടപടിയും സ്വീകരിക്കാതെ ഒളിച്ചോടുകയായിരുന്നു ഇവിടുത്തെ ജോയിന്റ് കൗൺസിൽ എന്ന സംഘടന. അപ്പോൾ അവരിന്നലെ നടത്തിയ ആ ഒരു സൂചനാ പണിമുടക്കത്തെ ഞങ്ങൾ അങ്ങനെയാണ് നോക്കിക്കാണുന്നത്. കാരണം സർക്കാരിൻ്റെ മുന്നിൽ ഒരു പ്രക്ഷോഭം പ്രഖ്യാപിച്ചു, ജീവനക്കാരെ ബോധ്യപ്പെടുത്താനും കബളിപ്പിക്കാനും എന്തെങ്കിലും നടത്തി ഒളിച്ചോടാതെ ഒരു യോജിച്ച പ്രക്ഷോഭത്തിന് സർവീസ് മേഖല സജ്ജമാണ്. ജീവനക്കാരെല്ലാം മനസ്സുകൊണ്ട് അതിന് തയ്യാറായി കഴിഞ്ഞു. ഇനി ഒരു സർവീസ് സംഘടനകളുടെ കൂട്ടായ ആഹ്വാനം മാത്രമാണ് ജീവനക്കാർ പ്രതീക്ഷിക്കുന്നത്. ജീവനക്കാരെല്ലാവരുടെയും പിന്തുണയുണ്ടാകും. കേരള NGO സംഘം ഇത്തരം ഒരു ആവശ്യം സർവീസ് മേഖലയ്ക്ക് മുന്നോട്ട് വയ്ക്കുകയാണ്. കേരളത്തിൻ്റെ സർവീസ് മേഖലയിൽ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കേരളത്തിലെ സർവീസ് സംഘടനകൾ ഒറ്റക്കെട്ടായിട്ട് വരേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. 2002 ശ്രീമാൻ AK ആന്റണിയുടെ ഭരണകാലത്ത് അദ്ദേഹം കൊണ്ടുവന്ന കറുത്ത ഉത്തരവിനെതിരായി കേരളത്തിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരും ഒറ്റക്കെട്ടായി ആ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുകയും 32 ദിവസം നീണ്ട പണിമുടക്കിലൂടെ ശ്രീമാൻ AK ആന്റണിയുടെ സർക്കാരിനെതിരായിട്ടുള്ള അദ്ദേഹം കൊണ്ടുവന്ന കറുത്ത ഉത്തരവിനെ പിൻവലിപ്പിക്കാൻ കേരളത്തിലെ സർവീസ് മേഖലയ്ക്ക് കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് 22 വർഷങ്ങൾക്ക് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റ ശ്രീ പിണറായി വിജയൻ 2002 ശ്രീമാൻ AK ആന്റണി എന്തൊക്കെയാണോ നടപ്പിലാക്കാൻ വേണ്ടി സർവീസ് മേഖലയിൽ ഈ സിവിൽ സർവീസിനെ തകർക്കാൻ എന്തൊക്കെയാണോ നടപ്പിലാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്, ആ ഉദ്ദേശിച്ച കാര്യം മുഴുവൻ തന്നെ 2024 ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഒരു അനിശ്ചിതകാല പണിമുടക്കത്തിലേക്ക്, അത് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ സംഘടനകൾ ഒറ്റക്കെട്ടായി അനിശ്ചിതകാല പണിമുടക്കമാണ് കേരളത്തിലേക്ക് വേണ്ടത്. ജീവനക്കാരുടെ സൂചനാ പണിമുടക്ക് 2024 ജനുവരി മാസം 24-ാം തീയതി നടന്നതാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന സൂചനാ പണിമുടക്കിൽ ഞങ്ങൾ അണിചേരാതിരുന്നത്. ഞങ്ങൾക്ക് ആവശ്യം കേരളത്തിലെ സർവീസ് മേഖലയെ മുഴുവൻ സ്തംഭിപ്പിച്ചുകൊണ്ട് മുഴുവൻ ആളുകളും പങ്കെടുക്കുന്ന അനിശ്ചിതകാല പണിമുടക്കിലേക്ക് കേരളം മാറണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.